തിരുവനന്തപുരത്ത് ആദ്യം പറയേണ്ട വാർത്ത ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാസമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ന് 58ാം ദിവസവും രാപ്പകൽ സമരം തുടരുകയാണ്. 20ാം ദിവസത്തിലേക്ക് അനിശ്ചിതകാല നിരാഹാര സമരം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന നീക്കം. തൊഴിൽ മന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി. സമരം അവസാനിപ്പിക്കാൻ മധ്യസ്ഥന്റെ റോളിൽ താൻ പ്രവർത്തിക്കാമെന്ന് മന്ത്രി തന്നെ ഒരു നീക്കം നടത്തുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ആശാപ്രവർത്തകർ കാണുന്നത്. ഇനി അതിലൊരു മൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ തൊഴിൽ മന്ത്രി എന്ന നിലയിൽ മന്ത്രി വി ശിവൻകുട്ടി ആരോഗ്യ ധനകാര്യ വകുപ്പുകളുമായി കൂടിക്കാഴ്ച നടത്താനും അതത് മന്ത്രിമാരുമായി ഒരു ആലോചന നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. അത് സമരസമിതി പറയുന്നത് ഒരു സാമ്പത്തികമായ ഒരു നേട്ടം ഉണ്ടാകാതെ തങ്ങൾ ഈ സമരഭൂമിയിൽ നിന്ന് സമരത്തിന്റെ മുഖത്ത് നിന്ന് പിന്നോട്ട് പോവുകയില്ല. ഏതെങ്കിലും കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് അടക്കം വേഗത്തിലാക്കാമെന്ന നിർദ്ദേശങ്ങൾ ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ സമരസമിതി തയ്യാറായില്ല എന്നുള്ളതാണ്. അത് സാമ്പത്തികമായ ഒരു ലാഭം ഒരു നേട്ടം ഉണ്ടാകാതെ ഒരു ഓണറേറിയം തുക വർധന ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾക്കാകില്ല എന്ന് വി ശിവൻകുട്ടിയെ സമരസമിതി ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തുടർ ചർച്ചകളെ കുറിച്ചൊന്നും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഏതായാലും വി ശിവൻകുട്ടിയുടെ ഒരു ഇടപെടലിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് സമരസമിതിയും സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരും. മറ്റ് വാർത്തകൾ നോക്കുമ്പോൾ ഇന്ന് കേരള സർവകലാശാലയുടെ സമ്പൂർണ്ണ സെനറ്റ് ഇന്ന് ചേരും. ആദ്യമായിട്ടാണ് നിലവിലെ സെനറ്റ് രൂപീകരിച്ചതിന് ശേഷം ഒരു സമ്പൂർണ്ണ സെനറ്റ് യോഗം ചേരുന്നത്. വർഷത്തിൽ 3 തവണയെങ്കിലും സെനറ്റ് യോഗം ചേരണമെന്നാണെങ്കിലും ഇത്തവണത്തെ സെനറ്റ് രൂപീകരിച്ച് 2 വർഷം പിന്നിട്ടിട്ടും ഇതേവരെ ചേരാനായിരുന്നില്ല. ഇത് ആദ്യമായാണ് സമ്പൂർണ്ണ സെനറ്റ് ചേരുന്നത്. പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനങ്ങൾ ഇടത് അംഗങ്ങൾ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സെനറ്റ് യോഗം ചേരുന്നത്. MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് ചോർന്നതും ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അതിന്റെ റിപ്പോർട്ട് അടക്കം ഇന്നത്തെ സെനറ്റ് പരിഗണിക്കും. അതിൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ സെനറ്റിൽ കൂടി ആലോചിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട രണ്ട് യുവജന സംഘടനകളുടെ പ്രധാനപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ പരിപാടികളാണ്. ഒന്ന് DYFIയുടെ EDക്കെതിരായ പ്രതിഷേധമാണ്. അത് ഇവിടെ പാളയം മാർക്കറ്റിൽ വെച്ച് നടക്കും. തിരുവനന്തപുരത്തെ കേന്ദ്ര പാളയം മാർക്കറ്റിലാണെങ്കിൽ സംസ്ഥാന വ്യാപകമായി DYFI സമാനമായ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികളും ഇന്ന് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലുമുണ്ട്. തിരുവനന്തപുരം കളക്ടറേറ്റിലാണ് യൂത്ത് കോൺഗ്രസ് സമര പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് കാലാവസ്ഥയാണ്. മഴ മുന്നറിയിപ്പാണ്. വേനൽ മഴ ഇന്നും ഉണ്ടാകും. സംസ്ഥാനത്ത് വ്യാപകമായ വേനൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഏതായാലും ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇതൊക്കെയാണ് തിരുവനന്തപുരം.